എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിശദീകരണ യോഗം ചേരാൻ CPM ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു വിശദീകരണ യോഗം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന വിഷയമാണോ ഉണ്ടാകുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകിട്ടാണ് ഈ CPMന്റെ ഒരു വിശദീകരണ യോഗം കോഴിക്കോട് ചേരുന്നത്. കോഴിക്കോട് മുതലക്കുളത്തെ മൈതാനത്താണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുന്നത്. നമുക്കറിയാം, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വീണ തൈക്കണ്ടിയുടെ ഈ വീടുകളിലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്കും അടക്കം ഈ പരിശോധനകൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോടും സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് നടന്ന റെയ്ഡിന് സമാനമായ രീതിയിൽ കോഴിക്കോടും റിയാസിന്റെ അടുപ്പക്കാരുടെ വീടുകളിലും അതുപോലെ തന്നെ ഫ്ളാറ്റുകളിലും അടക്കം ഈ EDയുടെ പരിശോധന നടത്തിയത്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള P. നിഖിലിന്റെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. രാവിലെ തുടങ്ങിയ റെയ്ഡ് അടക്കം വൈകിട്ടോടെയാണ് ഈ റെയ്ഡ് നിഖിലിന്റെ ഫ്ളാറ്റിലടക്കം നടത്തിയ പരിശോധന പൂർത്തിയായത്. ഏതായാലും അന്ന് അതായത് ഈ പരിശോധനയുടെ അന്ന് വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കോഴിക്കോട് പക്ഷേ ഒരു ശാന്തമായിട്ടുള്ള സമീപനമാണ് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം അന്ന് വൈകിട്ട് കോഴിക്കോട് നടന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധ പ്രകടനത്തിലടക്കം നിരവധി പേർ പങ്കെടുത്തില്ല എന്നതടക്കമുള്ള ഒരു കാര്യവും ഈ ജില്ലാ കമ്മിറ്റി പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ഈ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള M. മെഹബൂബ് അടക്കം ഈ P. നിഖിലിനടക്കം പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ MP ഗോവിന്ദനും ഈ P. നിഖിലിനും അതുപോലെ തന്നെ P. നിഖിലിനടക്കം പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ തൈക്കണ്ടിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഈ പിണറായി വിജയനിലേക്കും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിലേക്കും അദ്ദേഹത്തെ പൂട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് CPM നൽകുന്ന വിശദീകരണം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വൈകിട്ട് ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഈ നിഖിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയുടെ ഭാഗമായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് CPIM ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിശദീകരണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.